അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വിധിവിലക്കുകളെല്ലാം തന്നെ മനുഷ്യന്റെ ഇഹപര നന്മക്ക് വേണ്ടിയുള്ളതാണ്. മിക്ക വിധികളും പരിശോധിച്ചു കഴിഞ്ഞാൽ അതൊക്കെ തന്നെ ഈ മനുഷ്യന്റെ 5 കാര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അതിലൊന്നാണ് മനുഷ്യന്റെ ശരീരത്തിന്റെ സംരക്ഷണം, ഹിഫ്ളുൻ നഫ്സ്. ആ വിഷയത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരു ഹദീസാണ് ഇമാം അബൂ ദാവൂദ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ കാന അഹദുക്കും ഫിൽ ഫൈഇ ഫഖലസ അൻഹു ളില്ലു വസാറ ബഅദുഹു ഫിശ്ശംസി വബഅദുഹു ഫിള്ളിൽ. നിങ്ങൾ ആരെങ്കിലും തണലിൽ ഇരിക്കുമ്പോൾ അവനിൽ നിന്ന് തണൽ നീങ്ങിപ്പോവുകയും അങ്ങനെ അവന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം വെയിലത്തും ഒരു ഭാഗം തണലുമായി വരികയും ചെയ്താൽ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറിക്കൊള്ളട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മറ്റു ചില ഹദീസുകളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം ഇരുത്തം വിരോധിച്ചു എന്നും അത് ശൈത്താന്റെ ഇരുത്തമാണ് എന്നുമൊക്കെയാണ് കാണുവാൻ സാധിക്കുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന വ്യക്തിത്വമാണ്. അള്ളാഹു എന്താണോ അറിയിച്ചു കൊടുക്കുന്നത് അത് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയായി അറിയിച്ചു തരിക. അതെല്ലാം തന്നെ മനുഷ്യന്റെ രക്ഷയ്ക്കും നന്മക്കും വേണ്ടിയുള്ളതാണ്. ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വൈദ്യശാസ്ത്രജ്ഞനായിരുന്നില്ല. എന്നിരുന്നാലും ഈ ഒരു വിധി മുഖേന മനുഷ്യ ശരീരത്തിന് ഒട്ടനവധി നന്മകളുണ്ട് എന്ന് ആധുനിക ശാസ്ത്രം അറിയിച്ചു തരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ശരീരത്തിന്റെ ഒരു ഭാഗം വെയിൽ മറുഭാഗം തണലുമായി ഇരിക്കാൻ പാടില്ല എന്ന് പറയുന്നത്? ഒന്ന്, ശരീര താപനിലയിലെ അസന്തുലിതാവസ്ഥ അവിടെ സംജാതമാവുന്നു എന്നാണ്. ശരീരത്തിന്റെ ഒരു ഭാഗത്ത് കടുത്ത ചൂടും മറുഭാഗത്ത് തണുപ്പും ഒരേ സമയം അനുഭവപ്പെടുമ്പോൾ ശരീരത്തിന്റെ താപനില നിയന്ത്രിക്കുന്ന നാഡീവ്യവസ്ഥ കൃത്യമായ സന്ദേശങ്ങൾ തലച്ചോറിലേക്ക് അയക്കാൻ കഴിയുന്നില്ല എന്ന് വൈദ്യശാസ്ത്രത്തിന്റെ ആളുകൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ രക്തചംക്രമണത്തിലെ വ്യതിയാനങ്ങൾ ഇത് മുഖേനയുണ്ടാകുന്നു. വെയിലുള്ള ഭാഗത്തെ രക്തക്കുഴലുകൾ വികസിക്കുകയും തണലുള്ള ഭാഗത്തെ രക്തക്കുഴലുകൾ ചുരുങ്ങുകയും ചെയ്യും. ഒരേ സമയം ഈ സംഭവിക്കുന്നത് രക്തസമ്മർദ്ദത്തെയും സുഗമമായ രക്തഓട്ടത്തെയും ബാധിക്കും എന്നും പറയുന്നു. മൂന്നാമതായി നാഡീവ്യൂഹത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ്. 2 വ്യത്യസ്ത താപനിലകൾ ഒരേ സമയം ഉത്തേജിപ്പിക്കപ്പെടുന്നത് നാഡീകോശങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുകയും പേശീവേദന, കടുത്ത തലവേദന, ജലദോഷം എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. മറ്റൊരു ദോഷം ശരീരത്തിന്റെ ചർമ്മവുമായി ബന്ധപ്പെട്ടതാണ്, അതിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ്. ശരീരത്തിന്റെ ഒരു ഭാഗത്ത് മാത്രം അൾട്രാവയലറ്റ് രശ്മികൾ ഏൽക്കുകയും മറുഭാഗം തണുത്തിരിക്കുകയും ചെയ്യുന്നത് ചർമ്മത്തിലെ കോശങ്ങളുടെ സ്വാഭാവിക പ്രതിരോധശേഷിയെ ദോഷകരമായി ബാധിച്ചേക്കാം എന്ന് പറയുന്നു. ചുരുക്കത്തിൽ മതപരമായ കൽപ്പനകൾക്ക് പിന്നിൽ മനുഷ്യന്റെ ശാരീരിക നന്മയും ആരോഗ്യ സംരക്ഷണവും അടങ്ങിയിരിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഹദീസ്. അതിനാൽ ഇത്തരം ഇരിപ്പുകൾ ഒഴിവാക്കി പൂർണ്ണമായും തണലിലോ അല്ലെങ്കിൽ സഹിക്കാൻ കഴിയുന്ന വെയിലത്തോ ആണ് ഒരാൾ ഇരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കണം. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുന്നവനല്ല എന്നാണ്. എഴുത്തും വായനയും അറിയാത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാണത്. അതുകൊണ്ട് പരിശുദ്ധ ദീൻ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ മനുഷ്യന്റെ നന്മക്കാണെന്ന് മനസ്സിലാക്കി ഇസ്ലാമിനെ പഠിക്കുവാൻ തയ്യാറാകുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.